നമസ്കാരം. ഇപ്പോൾ ഉള്ളത് ഉളവറയിലാണ്. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുമ്മായ ചൂള നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പണ്ട് സജീവമായിരുന്ന, അതായത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടിൽ വ്യവസായമാണ് ഈ കുമ്മായ ചൂള എന്ന് പറയുന്നത്. ഈ കുമ്മായ ചൂള അതിൽ നാട്ടുപുറത്തുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു ഈ കുമ്മായവും അതായത് സാധനങ്ങൾ. കാരണം പണ്ട് കാലത്ത് റബ്ബർ കൃഷിക്കും അതേപോലെ കവുങ്ങ് കൃഷിക്കൊക്കെ ഇതിൻ്റെ കുമ്മായം അടിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുമായിരുന്നു. 1 കിലോ 2 കിലോ ഇങ്ങനെ വാങ്ങുന്ന ഇത്. പുതുതലമുറ ഈ രംഗത്തേക്ക് വരാത്തതും അസംസ്കൃത സാധനങ്ങൾ കിട്ടാത്തതും ഈ വ്യവസായം ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഈ കാണുന്നതാണ് കുമ്മായ ചൂള. ഇതിൻ്റെ അസംസ്കൃത പദാർത്ഥമായ കക്കയുടെ തോടാണിത്. ഇളമ്പക്കത്തോട്. ഇതാണ് ഇതിലേക്ക് ഇതൊരു ഇതാക്കുക. അപ്പോൾ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ചൂളയിലിട്ടതാണ്, കണ്ടില്ലേ? ചൂളയിലിട്ട് അതിൻ്റെ കളറ് മാറാൻ തുടങ്ങി. 8 മണിക്കൂറോളം ഇതിൽ വേവിച്ചിട്ടാണ് ഇത് കുമ്മായമാക്കി എടുക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഇത് ഇപ്പം കളറ് മാറി. അതേ സാധനമാണ് ഇവിടെ ഇട്ടത്. ഇതിനാണ് പിന്നെ ആവശ്യക്കാരേറെയാണ് കുമ്മായം. കണ്ടില്ലേ? മോട്ടോർ, ഈ മോട്ടോർ പ്രവർത്തിച്ചിട്ട് ഇത് കത്തിച്ചിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഈ അളമ്പക്കത്തോട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ ചൂടാക്കും. മണിക്കൂറുകളോളം ചൂടാക്കും. രാവിലെ ഇട്ടതിന് ശേഷം കരിയും കൂടി കൂട്ടും. ഈ കരിയും കൂടി കൂട്ടിയിട്ടാണ് ഈ മരക്കരി. ഈ മരക്കരി ആയിരിക്കും ഇതിന്റെ അടിയിലിടാം. മിക്സ് ആക്കിയിട്ടിടും. ഇതിന്റെ അടിയിലിടും. ഇപ്പൊ രാവിലെ എത്ര മണിക്ക് ഇതിട്ടത്? രാവിലെ എത്ര മണിക്ക് ഇത് പിന്നെ ഇട്ടത്? രാവിലെ 9 മണിക്ക് നിങ്ങൾ ഇതിന് ആവശ്യക്കാരാണ് എത്തുവാറ്. വളത്തിന് വേണ്ടിട്ട് ജോലി അത്രേ ഉള്ളൂ. എല്ലാവരും വരുമാനമൊന്നും ഇല്ല. കോഴിക്കോടാണ്. ഇവിടെ രണ്ടാളും ഇവിടെ. ഇതിന് എത്ര ഒരു കിലോന് നിങ്ങൾക്ക് എടുക്കുന്നത്? പിന്നെ ഇവിടെ 1 കിലോ കുമ്മായത്തിനെടുക്കുന്നത് 13 രൂപയാണ്. 13 രൂപ നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഈ ചെലവ് വരുന്നില്ല അതേപോലെ കരിക്കും അതിലൊക്കെ? നിങ്ങൾ എത്ര കൊല്ലം ഈ ഫീൽഡിൽ? ഞാൻ ഒരു 1-2 കൊല്ലം വരെ, 3.5 കൊല്ലം വരെ. ഈ ചൂട ഈ കമ്പനി കുറെ കാലം മുമ്പേ ഉണ്ട്. മുമ്പേ ഇവര് അയാളെ ഉപയോഗിച്ച് അവർ പോലെയാണ് കോണ്ടാക്ട് ചെയ്തത്. ഇപ്പം പുതിയ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരുന്നില്ല അല്ലേ? കുറവാണ്. ഇതേ അപ്പുറം കൊണ്ട് പഴയത് പുതിയായിട്ട് ചൂടായിട്ട് കാണുന്നില്ല. ഇത് നിങ്ങൾ ഈ കരി പിന്നെ രാവിലെ 8 മണിക്ക് ഇട്ടിട്ട് അങ്ങനെയല്ല, കരി നിങ്ങളെ താഴത്ത ഇടല്. ഇത് ഈ ചൂളന്റെ താഴത്ത ഇടുക. തീ കത്തിക്കാൻ വേണ്ടിട്ടല്ലേ കരി? കരി ഈ അളമക്കന്റെ തോടിൽ മിക്സ് ആക്കും. അതിനുശേഷം നിങ്ങൾ ഈ ചൂളയിലേക്ക്. ഓക്കെ. ആ ശരി. അതിനുശേഷം മണിക്കൂറുകളോളം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും, വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും അല്ലെ? വെന്ത് ഈ കളറ് മാറി കിട്ടും. ഈ കളറ് ഇങ്ങനെ വൈറ്റ് കളറായി മാറി കിട്ടും അല്ലെ? കറണ്ടിൽ പ്രവർത്തിക്കുന്ന മോട്ടറാണല്ലോ ഇത്. അതിനുശേഷം നിങ്ങൾ ഈ എന്താ പറയുക, ഈ നീറ്റ് കക്ക എടുത്തിട്ട് നിങ്ങൾ ഈ ഭാഗത്തേക്ക് കോരിയിട്ടതിന് ശേഷം നിങ്ങൾ ഇത് വെള്ളം നനച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇതുപോലെ പൗഡർ ആവും അല്ലേ? ഇതാണ് കുമ്മായം. അപ്പൊ ഈ ഡോളോമേറ്റ് എന്ന് പറയുന്ന സാധനം ഏതാണ്? ഇത് തന്നെ സംഭവം ഡോളോമേറ്റ് എന്താണ്? കെമിക്കലാ അത്? ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഡോളോമേറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ അല്ല, അത് കെമിക്കൽ മിക്സ് ആവും അല്ലേ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ. സുഹൃത്തുക്കളെ, ഇത് ഡോളോമേറ്റ് എങ്ങനെയാണ് അത് നമുക്ക് അറിയില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര ആളാണ് നിങ്ങളുടെ ജോലിക്ക്?
രണ്ടുപേരല്ലേ? ആ ചേട്ടനല്ലേ? അപ്പൊ ദിവസവും ആൾക്കാർ വന്നിട്ട് വാങ്ങിക്കലുണ്ടോ? ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസം 10-15 ദിവസമായി പണിയെടുക്കാത്ത. 15 ദിവസമായി നിങ്ങൾ പണിയെടുക്കാത്ത? മതിയാ? എന്നാലും പറ്റില്ല പണി. അല്ല അങ്ങനല്ല, വലിയ വലിയ കമ്പനി ദിവസം പണിയെടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ എണ്ണത്തിന് വേണ്ടി എടുക്കുന്നല്ലാതെ. അപ്പൊ ആവശ്യക്കാർ ഇവിടെ എത്തുമോ? നിങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അവരാണല്ലേ? ഒരു കാലത്ത് പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള കുമ്മായച്ചൂള സജീവമായിരുന്നു. എന്നാൽ ഇന്ന് ഈ അന്യമായി കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാഴ്ചകൾ. കാരണം മലയോര മേഖലകളിൽ കാർഷിക വൃത്തിയിൽ നിന്ന് ജനങ്ങൾ പിന്മാറിയതോടുകൂടി കുമ്മായച്ചൂളയും വിസ്മൃതിയിൽ മറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കുമ്മായച്ചൂളയിൽ നിന്ന് ഈ വീഡിയോ നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ നാട്ടിൻപുറങ്ങളിലും കായലോരങ്ങളിലും സജീവമായിരുന്ന ഇത്തരം കുടിൽ വ്യവസായമായ കുമ്മായച്ചൂളകൾ ഇന്ന് വിസ്മൃതിയിലേക്ക് മറയുകയാണ്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്ന കുറേയാളെ ജീവിതോപാധിയായിരുന്ന ഇത്തരം കുടിൽ വ്യവസായങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.